ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ക്രിസ്മസൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ നിങ്ങൾക്ക് കുറേ ദിവസമായിട്ട് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നല്ല ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി, വളരെ നല്ല പുഡിങ്ങാണ്. പക്ഷേ 4 ചേരുവകളേ ഉള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 3 ചേരുവ കൊണ്ടും നിങ്ങൾക്കത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. 3-4 ചേരുവകളെ ഉള്ളെന്നുണ്ടെങ്കിലും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിന്. അത് തന്നെയല്ല, വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് തന്നെ വളരെ ടേസ്റ്റായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാം. നമുക്ക് ആദ്യം 4 കപ്പ് പാല് ഒന്ന് കാച്ചി വെക്കണേ. പാട കെട്ടാതെ ഒന്ന് കാച്ചി വെക്കണം കേട്ടോ. 250 ml കപ്പിൽ 4 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അതായത് 1 ലിറ്റർ പാലാണ് 4 കപ്പും കൂടെ. ഇനി നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പാട കെട്ടാതെ ഒന്ന് കാച്ചിയെടുക്കണേ. പിന്നെ ഇത് കാച്ചി മാറ്റി വെക്കുമ്പോഴായാലും പാട കെട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പം നമ്മുടെ പാലൊക്കെ കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. 1/4 കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള മധുരം കാണും. പക്ഷേ പുഡിങ്ങിനെ കുറച്ചുകൂടി നല്ല മധുരം വേണം എന്നുള്ളവർക്ക് 1 കപ്പ് തന്നെ ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ റബ്ബർ സ്പാച്ചുല, സിലിക്കോൺ സ്പാച്ചുല ഉണ്ടെന്നുണ്ടെങ്കിൽ പെതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പാച്ചുലയുടെ അറ്റത്ത് കുറച്ചൊന്ന് പഞ്ചസാര പറ്റി പിടിച്ചിരുന്നാലും നൈഫ് കൊണ്ട് ഒന്ന് വിടിയിച്ച് പെട്ടെന്ന് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ കുറേശ്ശെ പാല് അതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ ചിലപ്പോൾ ആ കാരമലൈസ്ഡ് ആയ പഞ്ചസാര ചിലപ്പോൾ നമ്മുടെ സ്പാച്ചുലയുടെ അറ്റത്ത് ഇച്ചിരി കട്ടിയായിട്ട് പിടിക്കും. അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവുമേ. കുറച്ച് നേരം ഒന്ന് ഇളക്കണം. പിന്നെയും ബാക്കി കുറച്ച് പാലൊഴിക്കണം. അങ്ങനെ ആ പാല് തീരുന്നത് വരെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ പഞ്ചസാര കട്ടിയായിരുന്നത് മുഴുവനും ഫുള്ളായിട്ട് ആ കാരമൽ അലിഞ്ഞു വരുവേ. കാരമൽ ഇച്ചിരി പോലും വേസ്റ്റ് ആക്കില്ല കേട്ടോ. അത് കംപ്ലീറ്റ് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ മധുരം കുറയാനിടയാവുവേ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ് മാത്രമല്ല ഒരുപാട് നല്ല റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വീഡിയോയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതിപ്പോൾ മുട്ടയും കൂടി ചേർത്തിട്ടുള്ളൊരു പുഡിങ്ങാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു നിവൃത്തിയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് മുമ്പ് തന്നെ മുട്ട ചേർക്കാത്ത ഒരു പുഡിങ് റെസിപ്പിയും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാമേ. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും ഞാൻ കപ്പയ്ക്കുള്ളിൽ ബീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി, വട്ടയപ്പം റെസിപ്പി, നല്ല ഫ്രൂട്ട് കേക്ക്, ഇനിയാണെന്നുണ്ടെങ്കിലും നല്ല 2-3 വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ കാരമൽ മുഴുവൻ അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് വളരെ കുറച്ച് ഉപ്പിട്ട് 1 നുള്ളു ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. നിങ്ങൾക്കറിയാമല്ലോ, മധുരം ചേർക്കുന്ന എന്തിനായാലും കേക്കായാലും പായസമായാലും എന്തായാലും ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഉണ്ടെങ്കിലേ എല്ലാ ഫ്ലേവറുകളും ഒന്ന് ബാലൻസ് ചെയ്യത്തുള്ളൂ. മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ആ പാല് ഈ മുട്ടയിലേക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ അത് ബീറ്റ് ചെയ്യണേ. ആ മുട്ട വെന്ത് പോകാനിടയാവരുത്. ഇനിയിപ്പോൾ പാലിന് ചൂടൊട്ടും ഇല്ലെങ്കിലും സാരമില്ല, ഒരു കാരണവശാലും ചൂട് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ കൂട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. കാരണം ചിലപ്പോൾ എത്ര ബീറ്റ് ചെയ്താലും മുട്ടയുടെ വെള്ളയുടെ ചെറിയ അംശങ്ങൾ അതിനകത്ത് നന്നായിട്ട് ബീറ്റ് ആവാതെ കാണും. അതുകൊണ്ടാണ് ഈ കൂട്ടൊന്ന് അരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പുഡിംഗ് ഡിഷിലോട്ട് കുറേശ്ശെയായിട്ട്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വലുതായിട്ടുള്ള ഒരു മോൾഡിലായിട്ട് ഒഴിച്ചു വെച്ചാലും മതി. വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഒരു ക്ലിങ് ഫിലിം കൊണ്ട് ആ ഓരോ പുഡിങ്ങും മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പുഡിങ് കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കും. ഇത് വളരെ സിമ്പിൾ ഒരു റെസിപ്പി ആണെങ്കിലും ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് പാചകത്തിൽ തുടക്കക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഈ പുഡിങ്ങൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പുഡിങ്ങൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ഇച്ചിരി പാചകത്തിലൊക്കെ പരിചയമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാക്കും. പക്ഷേ അതുപോലല്ലല്ലോ തുടക്കക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അവർക്കൊരു സംശയം വരാത്ത രീതിയിൽ ഞാനിത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വേറൊരു പാനിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-12 സ്പ്ലിറ്റഡ് കാഷ്യൂ എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങളങ്ങ് നിർത്തിയാൽ മതിയേ. ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇത് കുറേ കൂടെ നമുക്ക് ആ ഒരു പുഡിങ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാഷ്യൂ നട്ട്സോടെ കടിക്കാൻ കിട്ടുമ്പോൾ കുറേ കൂടെ ഒരു ടേസ്റ്റ് അല്ലേ. പുഡിങ് നമ്മൾ ആവിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു 4-5 മണിക്കൂർ തണുപ്പിച്ചിട്ടുണ്ട്. ദേ നോക്കിയേ, അനക്കിയിട്ട് പോലും അത് അനങ്ങുന്നേ ഇല്ല, നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്.
ഇപ്പം നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്കിതിങ്ങനെ കുറച്ച് നടുക്ക് മാത്രം ഇങ്ങനെ കൂട്ടി വെക്കുന്നതാണ് ഇഷ്ടം. വലിയ പുഡിംഗ് ഡിഷിലൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പുഡിങ്ങിൻ്റെ മുകളിൽ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് വെതറിയിടാം. അല്ലെന്നുണ്ടെങ്കിൽ ആ വലിയ പുഡിംഗ് ഡിഷിൻ്റെ അരിയിൽ മാത്രമായിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഈ റെസിപ്പി മുഴുവനും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വളരെ കുറച്ച് ചേരുവകളുമേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനെന്ന്. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്